സൂംബി മൂവി കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ആരും എൻ്റെ കഥ കണ്ടിട്ടും ലൈക്ക് ചെയ്യുന്നില്ല. എല്ലാം ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇവിടെ ഒരു സ്കൂളിൽ ടൂർ പോകുകയാണ്. അതിനായി പിള്ളേരെ ഓരോരുത്തരെയായിട്ട് ബസ്സിൽ കയറ്റുകയാണ്. അപ്പോൾ അവരുടെ ഫോണ് അവിടുത്തെ സാറ് പിടിച്ച് മേടിക്കുന്നു. അതിനുശേഷം പിള്ളേരോട് സാറ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ പിള്ളേരതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അതിനുശേഷം വാൻ അങ്ങോട്ടേക്ക് പോകുകയാണ്. സാറ് ബസ്സിൽ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോൾ തന്നെ ഒരു കുഴിയിലേക്ക് കാറ് അകപ്പെടുകയാണ്. ആ സൗണ്ട് കേട്ട് സാർ എഴുന്നേൽക്കുന്നു. സാറ് പറയുന്നു, നമ്മൾ പോകേണ്ട വഴി ഇതല്ല, വഴി തെറ്റിപ്പോയെന്ന്. എന്നാൽ ഡ്രൈവർ ദേഷ്യപ്പെടുകയാണ്. ഈ വഴി കൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത് എന്ന് പറയുന്നു. അതിനുശേഷം അവിടുത്തെ ഡ്രൈവറും സാറുമായിട്ട് ഭയങ്കര വഴക്ക് അവിടെ സംഭവിക്കുകയാണ്. ആ സമയത്ത് ബസ്സിൻ്റെ ചില്ലിലേക്ക് എന്തോ ഒന്ന് വീഴുന്നു. നിറച്ച് ചോരയാകുകയാണ്. എന്താണെന്ന് സംഭവിക്കുന്നതെന്ന് അവർക്കറിയില്ല. പെട്ടെന്ന് തന്നെ ഡ്രൈവറിന് നിയന്ത്രണം വിട്ട് ഒരു കുഴിയിലേക്ക് വീഴാൻ പോവുകയാണ്. പെട്ടെന്ന് എന്തോ ഭാഗ്യത്തിന് ബസ് അത് അവിടെ നിന്ന് ഇടിച്ച് മറ്റേതോ ഒരു ഭാഗത്തേക്ക് പോയി മുട്ടുകയാണ്. അപ്പോൾ തന്നെ കുട്ടികൾക്ക് അപകടം സംഭവിച്ചിട്ടുമുണ്ട്. ആ സമയത്ത് അവിടെ ഒരു റേഡിയോ കേൾക്കുകയാണ്. കെമിക്കൽ അറ്റാക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കണം. നിങ്ങൾ എവിടെയാണോ അവിടെ നിന്ന് മാറുവാൻ പാടില്ല, അല്ലെങ്കിൽ അപകടമുണ്ടാകും എന്ന് പറഞ്ഞു എല്ലാവരും പാനിക്കാവുകയാണ്. ആ സമയം ബസ്സിൻ്റെ ചില്ലിൽ ആരോ വന്ന് അടിക്കുകയാണ്. അതാരാണെന്ന് നോക്കുമ്പോൾ ഒരു ഭീകരമായ രൂപം നിറച്ച് ബ്ലഡിൽ കുളിച്ച് നിൽക്കുകയാണ്. അത് കണ്ടപ്പോൾ സാറ് പറഞ്ഞു, ആരെങ്കിലും അപകടത്തിൽപ്പെട്ടതായിരിക്കും, നമുക്ക് അയാളെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് കഥ തുറക്കാൻ വേണ്ടി പോയപ്പോൾ പെട്ടെന്ന് കുട്ടികളെല്ലാം പാനിക്കായി. അവരെല്ലാം പേടിച്ചിരിക്കുകയാണ്. സാർ അത് തുറക്കുകയാണ്. ആ സമയം സാറ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് പറ്റി, വല്ല അപകടത്തിൽപ്പെട്ടതാണോ, ഞാൻ രക്ഷിക്കണമെന്ന്. ഉടനെ ആ മനുഷ്യൻ ആ സാറിനെ പിടിച്ച് കടിക്കുകയാണ്. സ്റ്റുഡൻസ് എല്ലാം പേടിച്ചു പോയി. ഉടനെ തന്നെ സ്റ്റുഡൻസിനെ എല്ലാം ഓരോരുത്തരെ വീതം ആക്രമിക്കുകയാണ്. അവരെല്ലാം അടിച്ച് താഴെയിടുന്നു. ബാക്കിയുള്ളവർ ഒരുവിധം രക്ഷപ്പെട്ട് ബാക്ക് ഡോറിൽ കൂടി ഇറങ്ങിപ്പോകുകയാണ്. ഒരു പെൺകുട്ടി എന്നെ രക്ഷിക്കണമെന്ന് പറയുമ്പോൾ ഏവർ രക്ഷിക്കാൻ പോകുമ്പോൾ ആ പെണ്ണിനെ ബസ്സിൻ്റെ ഉള്ളിലേക്ക് അയാൾ വലിച്ചിടുകയാണ്. അവിടുന്ന് രക്ഷപ്പെട്ട സ്റ്റുഡൻസ് എല്ലാവരും കൂടി കാട്ടിലേക്ക് ഓടിപ്പോവുകയാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അവർക്കറിയില്ല. അവർ പരസ്പരം പറയുകയാണ്, ഇതെന്താണ് ഇതിവിടെ സംഭവിക്കുന്നത്, ഇത് വല്ല സോംബിയാണോ, അതാണോ നമ്മളെ ആക്രമിക്കുന്നത്. അവർ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയം ചോദിക്കുകയാണ്. അപ്പോൾ അതിലൊരു കുട്ടി പറയുകയാണ്, നമ്മൾ റേഡിയോയിൽ കേട്ടില്ലേ, എന്തോ ഒരു വൈറസ് പടർന്നിട്ടുണ്ട്, അതായിരിക്കും ഇയാളിൽ ഉണ്ടായത്, അതായിരിക്കും നമ്മളെ ആക്രമിക്കുന്നത്. ഇനി എങ്ങനെ രക്ഷപ്പെടുമെന്ന് അവർ ചോദിക്കുന്നു. അവരൊരു ബിൽഡിംഗ് കാണുകയാണ്. നമുക്ക് അങ്ങോട്ടേക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെ വേസ്റ്റ് സാധനങ്ങളെല്ലാം ഉപയോഗിച്ച് അവർ കതകുകളും ജനലുകളും ഉണ്ടാക്കി അടച്ച് സുരക്ഷിതമായി നിൽക്കുകയാണ്. അതിനുശേഷം അവർ 2 ഗ്രൂപ്പുകളായി തീരുമാനിക്കുന്നു. അതിനുശേഷം അവർ സോംബികളെ കൊല്ലുവാനായി ആയുധങ്ങളൊക്കെ നോക്കുവാനായി അവിടെ എല്ലാം തപ്പുകയാണ്. ആയുധങ്ങളൊക്കെ നോക്കിക്കൊണ്ട് അവർ ജനൽ വഴി നോക്കുമ്പോൾ ഒരു പെൺകുട്ടി വരികയാണ്. അത് അവരുടെ ഫ്രണ്ടാണ്. അയാൾ ആ പെണ്ണിനെ അടിച്ച് ചോരയെ കുളിച്ചാണ് വരുന്നത്. അവളെ എങ്ങനെയും രക്ഷിക്കണമെന്ന് വിചാരിച്ചപ്പോൾ ആ കൊല്ലുവാൻ ശ്രമിച്ച ആ സോംബി ഇല്ലായിരുന്നു, അത് വന്നിട്ട് ആ പെണ്ണിനെ അടിച്ചു കൊല്ലുകയാണ്. ഇത് കാണുമ്പോൾ പിള്ളേർക്കെല്ലാം പേടിയാകുകയാണ്. അവൾ മരിച്ചു എന്ന് അവർ ഉറപ്പിക്കുകയാണ്. അവരുടെ ബസ് ഡ്രൈവർ അങ്ങോട്ടേക്ക് വരുവാണ്. അയാൾ ഒരു സോംബിയായി മാറിയിരിക്കുന്നു. ഈ പിള്ളേരെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ അയാളെ അടിച്ച് പെട്ടെന്ന് തന്നെ ഒരു മുറിയിലേക്ക് ഓടിപ്പോവുകയാണ്. സോംബികളിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു കുട്ടി അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. ആ കുട്ടി പറയുകയാണ്, ഈ ലോകത്ത് മൊത്തം സോംബി വ്യാപിച്ചിരിക്കുന്നു, ഇതൊരു വൈറസ് ആണ്, ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരുവിധമാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ കുറേ സോംബികൾ അങ്ങോട്ടേക്ക് വരികയാണ്, എങ്ങനെയും നമ്മൾ രക്ഷപ്പെട്ടു പോകണമെന്ന് ആ കുട്ടി പറയുകയാണ്. അപ്പോൾ തന്നെ ഒരുപാട് സോംബികൾ അങ്ങോട്ടേക്ക് വരികയാണ്. അവിടെ വന്ന സോംബികളെ എല്ലാവരും അവരെ തിരിച്ച് ആക്രമിക്കുകയാണ്. അതിനുശേഷം ഒരു ഇടുങ്ങിയ വഴി കണ്ടിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുമ്പോൾ അവർ ഒരു കൂട്ടുകാരനെ സോംബി പിടിച്ച് കൊല്ലുകയാണ്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിലും അതിന് പറ്റാത്തത് കൊണ്ട് തന്നെ ആ ഇടുങ്ങിയ വഴി കൂടി അവൻ പോകുകയാണ്. ആ കൂട്ടുകാരൻ ഫ്രണ്ട്സിനോട് പറയുകയാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ സോംബി കടിച്ചു, എനിക്ക് അവനെ രക്ഷിക്കാൻ പറ്റിയില്ലോ എന്ന് പറഞ്ഞ് കരയുകയാണ്. ആ സമയത്ത് തന്നെ അവൻ്റെ ശരീരത്ത് സോംബി കടിച്ച പാട് കാണുകയാണ്. ഫ്രണ്ട്സ് ചോദിക്കുകയാണ്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ ആ ബസ് ഡ്രൈവറില്ലേ സോംബിയായി വന്ന് ഇവരെ ആക്രമിക്കാൻ തുടങ്ങുകയാണ്. റാണലാണെങ്കിൽ ഒരു കമ്പി കിട്ടി. ആ കമ്പി കൊണ്ട് ആ ഡ്രൈവറിനെ അടിച്ചടിച്ച് കൊന്നു. സൂംബിയുടെ കടി കൊണ്ട് ആ സുഹൃത്തില്ലേ അവൻ വയലൻ്റ് ആവുകയാണ്. അവൻ മറ്റേ സൂംബികളെ കൊല്ലുവാനായി പോവുകയാണെന്ന് പറയുമ്പോൾ കൂട്ടുകാരൻ പറഞ്ഞ് ഞങ്ങളും കൂടെ വരാമെന്ന് പറയുകയാണ്. പെട്ടെന്ന് തന്നെ വൈറസ് അവൻ്റെ ശരീരത്തുള്ളത് കൊണ്ട് തന്നെ അവൻ തിരിച്ച് ആക്രമിക്കാൻ തുടങ്ങിയാണ്. ആ സമയത്ത് തന്നെ മറ്റൊരു സൂംബി വന്ന് ആ കൂട്ടുകാരനെ ഇടിച്ച് താഴേക്ക് വീഴുകയാണ്.
എന്നാൽ സൂംബിയായ ആ കൂട്ടുകാരൻ മരിച്ചില്ല. ഇത് അവർ ഫ്രണ്ട്സ് എല്ലാം കാണുന്നുണ്ടായിരുന്നു. അവർ ഒരുപാട് പേടിച്ചു. റാണർ ഉടനെ പറയുകയാണ് എല്ലാവരും കതവുകളും ജനലുകളും അടയ്ക്കാൻ പറയുകയാണ്. ഉടനെ അവരെല്ലാം അടച്ചു. അതിനുശേഷം അവിടെ നിന്ന് അവൻ പെട്രോൾ കത്തിച്ച് ഒരു വാഹനത്തിന് മണ്ടയ്ക്ക് ഇടുകയാണ്. പെട്ടെന്ന് തന്നെ തീ കത്തി പെട്ടെന്ന് ഒരു സ്ഫോടനം തന്നെ അവിടെ സംഭവിക്കുകയാണ്. ആളിക്കത്തിയ തീ കണ്ട് സൂംബികളെല്ലാം അവിടുന്ന് പോവുകയാണ്. ഉടനെ ഇവൻ പറയുകയാണ് ഞാൻ പോയി ആ വാഹനത്തിൽ നിന്ന് നമ്മുടെ ഫോണുകളെല്ലാം എടുത്തുകൊണ്ട് വരാം. അതിനുശേഷം നമ്മുടെ വീട്ടിൽ ഉള്ളവരെ അറിയിക്കാമെന്ന് പറയുകയാണ്. അവളോട് ഫ്രണ്ട്സ് പറയുന്നു നീ പോകല്ലേ, വലിയൊരു ആപത്തിലേക്കാണ് നീ പോകുന്നത് എന്ന് പറയുന്നു. എന്നിട്ടും അവൾ കേൾക്കുന്നില്ല. എനിക്ക് ആ ഫോൺ വിളിച്ച് നമ്മുടെ മാതാപിതാക്കളെ വിളിച്ച് നമ്മളിവിടെ ഉണ്ട് എന്ന് പറയണം, അല്ലെങ്കിൽ അവർ ഭയപ്പെട്ടാലോ എന്ന് പറഞ്ഞു. എങ്കിലും ഒരുപാട് പേര് പറഞ്ഞിട്ട് കേട്ടില്ല. എന്നാൽ അവളുടെ കാമുകൻ അത് കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ പറഞ്ഞു ഞാൻ നിൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. അവളുടെ കൂടെ അവൻ പോയി. ബസ്സിനകത്തേക്ക് കയറി ഫോണുകൾ നോക്കിയപ്പോൾ ഫോണെല്ലാം തകർന്നിരിക്കുകയാണ്. അപ്പോൾ അവൾ പറയുകയാണ് എൻ്റെ പ്ലാനുകളെല്ലാം ചീറ്റിപ്പോയി, ഞാനൊരു മണ്ടത്തരമാണ് കാണിച്ചതെന്ന് പറയുമ്പോൾ അവൻ പറയും ഇല്ല, നീ മറ്റുള്ളവരെ രക്ഷിക്കാനുള്ള പ്ലാൻ അല്ലേ നീ ഉപയോഗിച്ചത്, മറ്റുള്ളവരെ എങ്ങനെ രക്ഷിക്കണമെന്ന് വിചാരിച്ചല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുകയാണ്. പെട്ടെന്ന് ഒരു റെക്കോർഡ് കേൾക്കുകയാണ്. വീണ്ടും രാവിലെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അവൾ അവിടെ വന്ന് നോക്കുമ്പോൾ ഒരു CD അവിടെ നിന്ന് കിട്ടുകയാണ്. അപ്പോൾ അവൾ മനസ്സിലാക്കുകയാണ് എന്തോ ഒരു പ്ലാനിൽ ഇവിടെ ആൾക്കാർ നമ്മളെ കുടുക്കിയതാണ്, ശരിക്കും ഇവിടെ സൂംബികളല്ല വേറെ എന്തോ ഒരു പ്ലാനാണെന്ന് അവർക്ക് മനസ്സിലാകുകയാണ്. അവർക്ക് സത്യമല്ല മനസ്സിലായെന്ന് അറിഞ്ഞപ്പോൾ റാണർ അവളുടെ ശരീരത്തേക്ക് ഒരു ഇഞ്ചക്ഷൻ കുത്തുകയാണ്. അപ്പോൾ തന്നെ മനസ്സിലാവും ഈ റാണലും അവൻ്റെ ഫ്രണ്ടും കൂടി തീരുമാനിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കി ഇവരെ എല്ലാവരും കുടുക്കുകയാണെന്ന്. ഈ കുട്ടികളോട് അവിടുത്തെ സ്റ്റുഡൻറ്റ് മോശമായാണ് പെരുമാറുന്നത്, ഒരുപാട് മർദ്ദിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വൈരാഗ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ ഒരു കെണിയിൽ പെടുത്തിയേക്കുവാണ്. ഇതിനെല്ലാം സഹായിക്കാൻ ഒരുത്തനുണ്ടായിരുന്നു. അയാളാണ് ഈ ഭാഗത്ത് ആദ്യമായി സാറിനെ കൊല്ലുവാനായി ശ്രമിച്ചൊരു പുള്ളിയില്ലേ, അയാളും ഈ വണ്ടിയിലെ ഡ്രൈവറുമായിരുന്നു. ഇവരെല്ലാവരും സൂംബിയായി അഭിനയിച്ച് ഇവരെ ഒരു കെണിയിലേക്ക് പെടുത്തുകയായിരുന്നു. ഇവരുടെ ലീഡർ പറയുകയാണ് നമുക്കിവരെ എല്ലാം കൊല്ലണമെന്ന്. എന്നാൽ ഈ കൂട്ടുകാർക്ക് അവരെ കൊല്ലുവാൻ താല്പര്യമില്ലായിരുന്നു, പകരം അവരെ ഒന്ന് പേടിപ്പിക്കണമെന്നേ ഉള്ളായിരുന്നു. എന്നാൽ ഈ പെൺകുട്ടി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു, അവൾക്ക് ജീവൻ ഉണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് ആ കൂട്ടുകാരന്മാർ അവിടുന്ന് പോയപ്പോൾ തന്നെ ആ ലീഡറിനെ ആ പെൺകുട്ടി അടിച്ചു കൊല്ലുകയാണ്. അതിനുശേഷം ആ 2 സുഹൃത്തുക്കളും കൂടി ആ ഫ്രണ്ട്സിൻ്റെ അടുക്കിലേക്ക് പോകുകയാണ്. ഏവർ ഓടി വന്ന് ലാൻഡറിൻ്റെ സുഹൃത്തിനെ അടിച്ചിടുകയാണ്. പെട്ടെന്ന് തന്നെ സുഹൃത്തുക്കളോട് പറയുകയാണ് ഇവളുടെ ശരീരത്ത് സൂംബിയായി ഇവളെ എല്ലാവരും കൂടെ അടിച്ചു കൊല്ലാൻ പറയുകയാണ്. ഫ്രണ്ട്സ് എല്ലാം അടിച്ചു കൊല്ലാൻ വരുമ്പോൾ അവൾ പറയുകയാണ് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇവർ നമ്മളെ കെണിപ്പെടുത്തിയതാണ്, ഇവരാരും സൂംബികളല്ല, ഇവർ ഓരോരുത്തരെ കൊല്ലുവാൻ പ്ലാൻ ചെയ്താന്ന് പറയുകയാണ്. അവളുടെ ഫ്രണ്ട്സിനെല്ലാം മനസ്സിലായി അവർ ആ റാൻഡറിനെ തന്നെയാണ് അടിക്കുന്നത്. അവന്മാരെ 2 പേരെ അടിച്ച് ശരിയാക്കുകയാണ്. അടിക്കുന്ന സമയത്ത് അവിടെ ഒരു പെയിൻറ്റിങ് കണ്ടു, റാൻഡർ വിജയിച്ച് വരുന്നതായിട്ടുള്ളത്. അത് കണ്ടപ്പോൾ തന്നെ അവർ മനസ്സിലായിരുന്നു ഇവൻ്റെ പ്ലാനിങ് ആയിരുന്നെന്ന്. അത് മനസ്സിലായി റാൻഡറിൻ്റെ കൂട്ടുകാരെയും റാൻഡറിനെ അടിച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടി അടിച്ച് ശരിയാക്കുകയാണ്. അതിനുശേഷം അവർ ബസ്സിലേക്ക് നടന്നു പോവുകയാണ്. അവിടെ ചെല്ലുമ്പോഴാണ് അവരുടെ സാർ മരിച്ചിട്ടില്ല എന്നറിയുന്നത്. അപ്പോൾ അവർക്ക് സന്തോഷമാകുകയാണ്. അതോടെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഈ കഥയിൽ നിന്ന് പഠിച്ച പാഠം ആരെയും നമ്മൾ കുറച്ച് കാണില്ലേ, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം. ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത പറയുകയാണെങ്കിൽ അത് ക്ഷമിച്ച് പരസ്പരം സ്നേഹിക്കണം എന്നാണ് ഈ പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കഥ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.